നയതന്ത്ര വിദഗ്ധൻ കൂടിയായ ടി.പി. ശ്രീനിവാസൻ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നത്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ചരിത്രത്തെ വളച്ചൊടിക്കുക എന്നുകൂടി പറയേണ്ടി വരും. അതിനേക്കാൾ ഉപരി ഒരു നന്ദികേടിൻ്റെ സ്വരമാണിപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഉയരുന്നത്. അവിടെ നമുക്കറിയാം കടുത്ത ന്യൂനപക്ഷവേട്ട, ഹിന്ദുവേട്ട നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അവിടെ ഭാരതത്തിൻ്റെ വിജയ് ദിവസ് ആഘോഷങ്ങളെ കൂടിയാണ് അവർ കുറച്ച് കാണുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇന്നത്തെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇതിൽ കൂടുതൽ വഷളാകാനില്ല. അപ്പൊ അതുകൊണ്ട് അവരത് ഒരുപാട് ഇതുപോലെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കും. ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. അതിലൊന്നും നമ്മൾ അജിറ്റേറ്റഡ് ആയിട്ട് കാര്യമില്ല. ചരിത്രം അറിയാമല്ലോ. 93,000 പാകിസ്ഥാനി സോൾജേഴ്സ് ആണ് ഇന്ത്യൻ ആർമിയുടെ മുമ്പിൽ സറണ്ടർ ചെയ്തത്. അതൊക്കെ ഹിസ്റ്റോറിക് അല്ലേ? അതിപ്പോ ആരെന്താ പറഞ്ഞിട്ടുണ്ടാ കാര്യം? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അത് ഇഗ്നോർ ചെയ്യാണ് വേണ്ടത്. കാരണം അത് കാരണം ഇന്ത്യയുടെ രക്തം കൊണ്ടാണ് ബംഗ്ലാദേശ് സ്വതന്ത്രമായെന്നുള്ള കഥ എല്ലാവർക്കും അറിയാവുന്നതേ ഉള്ളൂ. അത് അപ്പൊ എവിടെയായിരുന്നു മുഹമ്മദ് യൂനുസ്? ഇങ്ങനെ ന്യൂയോർക്കിൽ യുണൈറ്റഡ് നേഷൻസിൽ വർക്ക് ചെയ്യായിരുന്നു. ഈ ഡിഡ് നോട്ട് നോ എനിത്തിങ്. അപ്പൊ അതൊക്കെ ഇപ്പൊ ആർമിയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹം ഇതൊക്കെ പറയേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെ ആകാൻ വഴിയുള്ളൂ. അതിലിപ്പോ നമ്മൾ അജിറ്റേറ്റഡ് ആയിട്ട് കാര്യമില്ല. സത്യം ഹിസ്റ്ററിയിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പ്രോപ്പഗൻഡായിട്ട് കണക്കാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇത് പരിഹരിക്കേണ്ടതുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് അവർക്കും നമുക്കും ആവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പ്രൊണൗൺസ്മെന്റ്സ് ഒന്നും ഒരിക്കലും സഹായകരമല്ല. അത് നമ്മൾ അതിനെ എതിർക്കുകയും ചെയ്യും. പക്ഷെ അതൊരു വലിയ പ്രശ്നമായി കണക്കാക്കേണ്ടതില്ല. കാരണം ഇത് കൂടുതൽ വഷളാകാനില്ലല്ലോ. ഇനിയൊരു യുദ്ധത്തിന് മാത്രമേ സാധ്യതയുള്ളൂ. അതൊരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരു റെക്കൺസിലിയേഷനൊക്കെ നമ്മൾ പോകുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രമേ ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം അവരെന്ത് പറയുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നിവൃത്തിയില്ല. അതിന് നമ്മൾ മറുപടി പറയും. ചരിത്രമുണ്ട്, കഥകൾ എല്ലാവർക്കും അറിയാൻ. ലോക പ്രസിദ്ധമായൊരു ലിബറേഷൻ സ്ട്രഗിൾ തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് അജിറ്റേറ്റ് ആയിട്ട് കാര്യമില്ല. ഇത് 1971 13 ദിവസം നിൽക്കുന്ന ഈ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പക്ഷെ നമുക്കറിയാം എത്ര കണ്ട് നമ്മുടെ പോരാളികളെ നമുക്ക് നഷ്ടമായി എന്നുള്ളത്. അത് അങ്ങനെ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിതമാക്കുന്നത്. പക്ഷേ ഈ ദിവസം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ അതെല്ലാം മറന്നുകൊണ്ട് ഒരു സഖ്യകക്ഷി മാത്രമായിരുന്നു ഭാരതമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ ഇപ്പോൾ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുമായി കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് ആ രാജ്യത്തിന്റെ ഭാവി എന്നതിൽ ആശങ്കയുണ്ടാകുന്നു ശ്രീ ടി.പി. ശ്രീനിവാസൻ? തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രത്തെ മറന്ന് ആരെങ്കിലും പ്രവർത്തിച്ചാൽ എല്ലാ കാലത്തും അവർക്ക് ദുഃഖകരമായ പര്യവസാനമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ പറയുന്നതിലൊന്നും നമ്മളധികം അജിറ്റേറ്റഡ് ആണെന്ന് ഞാൻ പറയുന്നത്. അത് പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷെ സത്യം എല്ലാവർക്കും അറിയാമല്ലോ. ചരിത്രം എല്ലാവർക്കും അറിയാം. എത്രമാത്രം ആളുകൾ നമ്മൾ സോൾജേഴ്സ് നഷ്ടപ്പെട്ടു വെച്ചു. അവരെല്ലാം നമ്മൾ തിരിച്ചയച്ചു. എന്ത് ജനറസ് ആയിട്ടാണ് നമ്മൾ ആ രാജ്യത്ത് ഒരു ദിവസം പോലും ഇന്ത്യൻ ആർമി ഓക്യുപ്പൈ ചെയ്തില്ല ഡാക്ക. അതൊക്കെ ഓർമ്മയില്ല. അതുകൊണ്ട് എനിക്കറിയാം ആ സമയത്ത് ഞാൻ ഓസ്കർ ഉണ്ടായിരുന്നതാണ്. ഓരോ യുദ്ധത്തിന്റെ ഓരോ അംശങ്ങളും ശരിക്ക് കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് ആ കാലത്ത് നമ്മൾ ബംഗ്ലാദേശ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പാകിസ്ഥാനി ഡിപ്ലോമാറ്റ്സിനെ ബംഗ്ലാദേശ് ഡിപ്ലോമാറ്റ്സ് ആക്കുകയായിരുന്നു എന്റെ ജോലി. പറഞ്ഞു കൊടുക്കുക പുതിയ കാര്യങ്ങൾ, എങ്ങനെ ചരിത്രം മാറ്റി എഴുതേണ്ടതുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ ഇൻവോൾവ്ഡാണ് നമ്മളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ആ സമയത്തുണ്ടായിരുന്ന ഡിപ്ലോമാറ്റ്സും അതുപോലെ സോൾജേഴ്സും ഒക്കെ ഇതൊക്കെ ഡീപ്ലി ഇൻവോൾവ്. നമ്മുടെ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പോലെയാണ് നമ്മൾ അതിനെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിപ്പോ അന്ന് തന്നെ രാഷ്ട്രീയമൊന്നും അധികം അറിയാത്തതാണെന്ന് പറയാം. മുഹമ്മദ് ബഷീർ പറഞ്ഞതാണ് അന്ന്. ഇനി നമുക്കൊരു ശത്രു രാജ്യം കൊണ്ട് നമ്മൾ തന്നെ സൃഷ്ടിച്ചു എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. എത്ര ഇതോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അന്ന് നമ്മളെല്ലാം ആഘോഷിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നമുക്ക് മൂന്നാമതൊരു ശത്രു രാജ്യം കൂടെ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ ഒരു സാഹിത്യകാരൻ മാത്രമാണെങ്കിലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് എവിടെയാണ് എന്താണ് ഇങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മളിപ്പോ കാണുന്നത്. അപ്പൊ പക്ഷെ ഈ കാലഘട്ടവും മാറും വീണ്ടും. കാരണം അയൽ രാജ്യങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല. നല്ലതിനായാലും ചീത്തയായാലും അയൽ രാജ്യങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചാലേ സാധ്യമാകുകയുള്ളൂ. അതിനുള്ള വഴി കണ്ടുപിടിക്കണം. അതിനാണ് ഡിപ്ലോമാറ്റ്സിന്റെ ചലഞ്ച്. അതാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒരു പുതിയ സിറ്റുവേഷൻ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ടി.പി. ശ്രീനിവാസൻ. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ ചരിത്രത്തെ വളച്ചൊടിക്കാൻ എങ്ങനെ കഴിയും? അത് രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്, അതിനെ മാറ്റാൻ കഴിയുകയില്ലല്ലോ എന്ന്.